ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പം സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവിൽ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. റവ വറുത്തതായാലും വറുക്കാത്തതായാലും പൊടിച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് പൊടിഞ്ഞു കിട്ടുകയൊന്നുമില്ല. എന്നാലും എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു റവ നന്നായിട്ട് പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടിച്ചെടുത്ത റവ ഞാനിപ്പോൾ പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഈ റവ എത്രത്തോളം നന്നായിട്ട് പൊടിച്ചെടുക്കുന്നോ അത്രയും നന്നായിട്ടിരിക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയും. ഇനി ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴമാണ്. ഇതുപോലെ തൊലിയൊക്കെ കറുത്ത് പോവാറായിട്ടുള്ള അത്രയും നല്ല പഴുപ്പായിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ 2 നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ നേന്ത്രപ്പഴം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പോലെ അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി അരച്ചെടുത്ത ഈ ഒരു പഴത്തിൻ്റെ മിക്സ് നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നല്ല പോലെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ബാക്കിയുള്ള ഈ ഒരു പഴത്തിൻ്റെ മിക്സും കൂടെ ഒന്നുകിൽ കൈ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ പഴത്തിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ 2 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് ഈ പലഹാരം നല്ല പഞ്ഞ് പോലെ ഇരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു 2 നേന്ത്രപ്പഴത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും അളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് പഞ്ചസാരയും ഏലക്കയും ഒന്നിച്ച് പൊടിച്ചു വെച്ചത് കൊണ്ടാണ് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തത്. ഏലക്കയുടെ മണം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 2 ഏലക്ക തല്ലി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇതുപോലൊരു സ്പൂണിൽ 1/2 സ്പൂൺ അളവിൽ നെയ്യ് ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും ഈ ഒരു പലഹാരത്തിന്. ഇനി ഇത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിതിലേക്ക് 250 ഗ്രാം അളവിൽ ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 200 ഗ്രാം ശർക്കര പൊടിച്ചതെടുത്തിട്ട് 250 ഗ്രാം വെള്ളവും ചേർത്താണ് ഇതൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലിനി നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇത്രയും മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു 20 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ റവ നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടണമെങ്കിൽ അത്രയും സമയമെടുക്കും. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു മിക്സിൻ്റെ പരുവം ഇതാണ്. ഇനി ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. റവ നന്നായിട്ട് കുതിർന്ന് കിട്ടിയതുകൊണ്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഈ ഒരു പരുവത്തിലാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇത്രയും കട്ടിയായിട്ടിരുന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടുള്ളൂ. ഇനി ഞാനിത് ഇഡലിത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായി ഞാൻ ഈ ഒരു തട്ടെടുത്തിട്ട് ഇതിലേക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ ഇത് വേവിച്ചെടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ചോറ് കഴിക്കുന്ന സ്റ്റീലിൻ്റെ പരന്ന പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മൗൾഡിലോ കറി ഒഴിക്കുന്ന സ്റ്റീലിൻ്റെ ബൗളിലോ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേവിച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. ആദ്യത്തെ തട്ടിൽ ഞാനിപ്പോൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ തട്ടിൽ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാൻ കാണില്ല, ഒരു 3 എണ്ണമൊക്കെ കാണുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഡലി പാത്രത്തിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാവും. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പലഹാരം വെന്ത് കിട്ടിയിട്ടുണ്ട്.
നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മളിത് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു തട്ടിൽ നിന്നും ഇളകി കിട്ടും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പഞ്ഞി പോലത്തെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.